മട്ടാഞ്ചേരി ഉപജില്ലാ കലോത്സവത്തിൽ ശാസ്ത്രീയ സംഗീതത്തിലും അഷ്ടപതിയിലും 1ാം സ്ഥാനവും എ ഗ്രേഡും കരസ്ഥമാക്കിയ കുട്ടിയാണ് നമ്മോടൊപ്പം ഉള്ളത്. TD ഹൈസ്കൂളിലെ പേരെന്നായിരുന്നു ജ്ഞാനദേവ്. പേരിൽ തന്നെ അറിവിൻ്റെ ഒരു നിറകുടമാണ്. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? തകർത്തോ? ഇത് എത്രാമത്തെ തവണയാണ് പ്രൈസ് കിട്ടുന്നത്? രണ്ടാമത്തെ തവണയാണ്. 2 തവണയായി മത്സരിക്കുന്നു. 2 തവണയും പ്രൈസ് കിട്ടി. ആരാണ് ഗുരു? ഗുരു എൻ ജെ നന്ദിനി. ആദ്യം ബിന്ദു മിസ്സിന്റെ അടുത്താണ് പഠിക്കണ്ടായിരുന്നത്. ഇപ്പൊ എൻ ജെ നന്ദിനിയിൽ മാറി. ഓക്കെ, ഒരു 2 വരി പാടാമോ? ശിവനന്ദ കാമവർധിനി ശിവേ പാഹി ശിവാനന്ദ കാമവർധിനി ഭവാരണ്യ ദവാനനെ അഭിനവ അദ്ഭുത ശ്യാമലേ ശിവാനന്ദ കാമവർധിനി. വളരെ നന്ദി ഞങ്ങളുടെ മെട്രോ 7 ന്യൂസിനൊപ്പം ചേർന്നത്. പാരൻസിനൊക്കെ വളരെ സന്തോഷമായി കാണുമല്ലോ ഇതിൽ. അപ്പോൾ അടുത്ത റവന്യൂ ജില്ലാതലത്തിലും മറ്റു മത്സരങ്ങളിലും എല്ലാം എ ഗ്രേഡും 1ാം സ്ഥാനവും ഒക്കെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ ആശംസിക്കുന്നു. ഓക്കെ.
بالروم بيوم القادر مدرسي ഉപജില്ലാ കലോത്സവത്തിലെ മറ്റൊരു മിടുക്കിയെ നമുക്ക് പരിചയപ്പെടാം. ശ്രീനന്ദിനി എസ് പ്രഭു. ശ്രീനന്ദന എസ് പ്രഭു ടി ഡി സ്കൂൾ വിദ്യാർത്ഥിയാണ്. 4 ഐറ്റങ്ങളിലാണ് പങ്കെടുത്ത എല്ലാ ഐറ്റങ്ങളിലും തന്നെ എ ഗ്രേഡ് കരസ്ഥമാക്കി. 2 മത്സരങ്ങളിൽ 1ാം സ്ഥാനവും കരസ്ഥമാക്കി, ശാസ്ത്രീയ സംഗീതത്തിലും അഷ്ടപതിയിലും. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ലതായിരുന്നു, സൂപ്പറായിരുന്നു. നന്നായിട്ട് തൻ്റെ പ്രകടനം എല്ലാം കാഴ്ചവെക്കാൻ പറ്റുമോ? എന്ത് പറഞ്ഞു ടീച്ചേഴ്സൊക്കെ? അവർക്ക് നല്ല സന്തോഷമായി. ആരാണ് ഇതിനു വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് എഫേർട്ട് എടുക്കാനായിട്ട്? ഇത്രയും ചുറ്റുപാടുമുള്ള നിങ്ങളുടെ പഠനമുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്, എല്ലാത്തിലും നിന്നും ഇതിന് ഒരുങ്ങാനായിട്ട് ആരാണ് ഏറ്റവും കൂടുതൽ സഹായിച്ചത്? പാരൻസും ടീച്ചേഴ്സും നല്ല സപ്പോർട്ടാണ്. അഷ്ടപതിക്ക് തൃപ്പൂണിത്തറയിലുള്ള അരുന്ധതി മിസ്, പിന്നെ ഇടയ്ക്കയിൽ വിനീത് സാറ്, തുറവൂർ വിനീത് സാറ്, പിന്നെ ശാസ്ത്രീയ സംഗീതം ബിന്ദു മിസ് ആണ് തയ്യാറെടുക്കാൻ സഹായിച്ചത്. ഗുരുക്കന്മാരെല്ലാവരും തന്നൊരു ആത്മവിശ്വാസവും അറിവും പിന്നെ ആ നേരത്തുണ്ടായിരുന്നൊരു കൃപയും കൊണ്ട് ഇത്രയും നല്ലപോലെ മത്സരം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചു. മത്സരിക്കാനായിട്ട് ഒത്തിരി പേരുണ്ടായിരുന്നു കൂടെ എല്ലാത്തിലും? ഏകദേശം ഒരു 10-7 എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത തലത്തിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് ഇനി എടുക്കാൻ പോകുന്നത്? പ്രാക്ടീസ് ചെയ്യും, നന്നായി പ്രാക്ടീസ് ചെയ്യും, നല്ലപോലെ നല്ല വിജയം കരസ്ഥമാക്കും. മട്ടാഞ്ചേരി ഉപജില്ലയിൽ നിന്നും ജില്ലയിലും റവന്യൂ ജില്ലയിലും സംസ്ഥാന തലത്തിലൊക്കെ നമ്മുടെ ഉപജില്ലയുടെയും ടി ഡി ഹൈസ്കൂളിൻ്റെയൊക്കെ പേര് കേട്ടതാക്കും ഉറപ്പായിട്ടും. ഇത് ഇനി മുന്നോട്ട് പോകാനായിട്ട് ഇപ്പോൾ പാരൻസ് എന്താ പറഞ്ഞത്? ശാസ്ത്രീയ സംഗീതത്തിലൊക്കെ മുന്നോട്ട് പോകണം, ജീവിതത്തിൽ എപ്പോഴും ഒപ്പം സംഗീതം, എന്തും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്തിനും ഒപ്പം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് സംഗീതം എന്ന് പറയുന്നത്. നമുക്ക് ഭയങ്കര ഹീലിംഗ് പവർ ഉള്ള ഒരു ഇതാണ് സംഗീതം എന്ന് പറയുന്നത്. എത്ര വർഷമായി ഇത് പഠിക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ 8 വർഷമായി പഠിക്കണം. 8 വർഷം. അപ്പോൾ കുഞ്ഞിലേ തൊട്ട് പഠിക്കാൻ തുടങ്ങിയാണ്. ഇപ്പോൾ ഹൈസ്കൂൾ ഭാഗത്തിൽ കിട്ടുന്നതിന് യു.പി. വിഭാഗത്തിൽ മത്സരിച്ചിട്ടുണ്ട്? യു.പി. വിഭാഗത്തിൽ ജില്ല വരെ പോയിട്ടുണ്ട്. എ ഗ്രേഡ് കരസ്ഥമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും എല്ലാ മത്സരങ്ങളിലും പങ്കെടുത്തതിലെല്ലാം സമ്മാനങ്ങൾ കരസ്ഥമാക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മെട്രോ 7 ന്യൂസിനൊപ്പം ചേർന്നത് വളരെ നന്ദി. കുഞ്ചേ മന്ദമസ്ഥിതം പ്രേമ ഭരോദ്ഭ്രാന്തം മാധവം രാധികാ സഖേ
നിന്റെ സാഖിയല്ലായോ ഞാൻ, നിന്റെ സാഖിയല്ലായോ ഞാൻ, നിന്റെ സാഖിയല്ലായോ ഞാൻ എന്നറിഞ്ഞാലും ഒന്നിനെ കണ്ടില്ല എങ്കിൽ, ഒന്നിനെ കണ്ടില്ല എങ്കിൽ, ഒന്നിനെ കണ്ടില്ല എങ്കിൽ പത്തിനെ ഞാൻ താരുന്നുണ്ട്. നമ്മളൊന്നിച്ചൊന്നു പോയി, നമ്മളൊന്നിച്ചൊന്നു പോയി, നമ്മളൊന്നിച്ചൊന്നു यतो हिरण्यकशिपोः कर्णौ समाचूर्णयन्नाघूर्णज्जगदण्ठकुण्ठकुहरो घोरस्तवा भूद्रवः श्रुत्वायं किल दैत्यराजहृदये पूर्वं कदाप्यश्रुतं कम्बः कश्चन सम्पपात चलितोऽप्यम्भोजभूविष्टरात् दैत्ये दिक्षु विसृष्टचक्षुषिमः संरम्भिणिस्तम्भतः सम्भूतं न मृगात्मकं न मनुजाकारं वपुस्ते विभो. മട്ടാഞ്ചേരി ടി ഡി സ്കൂളിലെ മറ്റൊരു മിടുക്കി കുട്ടിയാണ് നമ്മോടൊപ്പം ഉള്ളത്. എന്താണ് മോളുടെ പേര്? ശാരദ എസ് പൈ. ശാരദ എസ് പൈ പങ്കെടുത്ത മത്സരങ്ങളിലൊക്കെ തന്നെ എ ഗ്രേഡ് കരസ്ഥമാക്കിയിട്ടുണ്ട്. ഏതൊക്കെ മത്സരങ്ങളിലാണ് പങ്കെടുത്തത്? ഗാനാലാപനം, സംസ്കൃതം പദ്യം ചൊല്ലൽ, ശാസ്ത്രീയ സംഗീതം, സിദ്ധരൂപോച്ചാരണം, പിന്നെ ഗ്രൂപ്പായിട്ട് വന്ദേമാതരത്തിനുണ്ടായിരുന്നു. ഗ്രൂപ്പായിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ നിന്നാണോ ഇത്ര പ്രോത്സാഹനങ്ങൾ? ഇപ്പോൾ കുറച്ച് ദിവസമായിക്കാണ് ഇതിൻ്റെ പുറകെ പ്രാക്ടീസും കാര്യങ്ങളായിട്ട്. അപ്പോൾ പഠനത്തിലൊക്കെ ഒത്തിരി നമുക്ക് വേറെ കുറേ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്ന് കാണുമായിരിക്കും. ആരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്? പാരൻസ്, ടീച്ചേഴ്സ്, പിന്നെ ഫ്രണ്ട്സ് പ്രോത്സാഹിപ്പിച്ചു. എത്ര കുട്ടികളോളം ഉണ്ടായിരുന്നു എല്ലാത്തിലും മത്സരിക്കാനായിട്ട്? ഇപ്പോൾ പദ്യം ചൊല്ലലിൽ എന്താണ് പ്രൈസ് കിട്ടിയത്? പദ്യം ചൊല്ലൽ ഫസ്റ്റ് ആണ് കിട്ടിയത്. എ ഗ്രേഡ് ഫസ്റ്റ്. എത്ര കുട്ടികളുണ്ടായിരുന്നു മത്സരിക്കാനായിട്ട്? 7 പേര് 8 പേരുണ്ടായിരുന്നു. സാൻസ്ക്രിറ്റ് നേരത്തെ മത്സരിച്ചിട്ടുണ്ടോ? മോൾ ആദ്യമായിട്ടാണോ മത്സരിക്കുന്നത്? 5ാം ക്ലാസ്സിൽ ഒരു പ്രാവശ്യം മത്സരിച്ചിരുന്നു. അന്ന് പ്രൈസ് കിട്ടിയായിരുന്നോ? പാടിയിരുന്നു, പക്ഷേ കിട്ടിയില്ല, പ്രൈസ് കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ കൂടി ഇത്തവണ ഇപ്പോൾ 7ാം ക്ലാസ്സിലാണോ പഠിക്കുന്നത്? അപ്പോൾ 7ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ 2 വർഷത്തിന് ശേഷം വന്ന് പകരം വീട്ടിൽ എ ഗ്രേഡും 1ാം സ്ഥാനവും ഒക്കെ കരസ്ഥമാക്കി അല്ലേ? വളരെ നന്ദി മെട്രോ 7 ന്യൂസിനോടൊപ്പം ചേർന്നതിന്. മറ്റു തലങ്ങളിലേക്കും മുകൾ തലങ്ങളിലേക്കും എല്ലാത്തിലും പോയി നല്ല പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഹിമഗിരി ശൃംഗം ഉത്തുംഗം ഭാരതമാതൂർ മണിമകുടം ഗംഗായമുന സിന്ധു സരസ്വതി പ്രവഹതി മാതൂർ ഹൃദയതടം പ്രവഹതി മാതൂർ ഹൃദയതടം ഹിമഗിരി ശൃംഗം ഉത്തുംഗം ഭാരതമാതൂർ മണിമകുടം. ഒരു NCC കാഡറ്റാണ് നമ്മളൊപ്പം ഉള്ളത്. ഇവിടെ NCC കാഡറ്റിന്റെ സർവീസ് ചെയ്യുന്നതോടൊപ്പം തന്നെ വിവിധ മത്സരങ്ങളിലും പങ്കെടുത്തു. മോന്റെ പേരെന്താണ്? യദുകുൽ. എന്തൊക്കെ മത്സരങ്ങളാണ് പങ്കെടുത്തത്? മൃദംഗം, സംഘഗാനം, പിന്നെ ഒരു ഗ്രൂപ്പ്
ഗ്രൂപ്പ്. ആ. പിന്നെ ഇപ്പൊ പാടിയത് സംഘഗാനം. സംഘഗാനത്തിൻ്റെത്. മൃദംഗത്തിൽ 1ാം സ്ഥാനവും എ ഗ്രേഡും കരസ്ഥമാക്കി. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? കുഴപ്പമുണ്ടായില്ല. എത്ര നാളായി മൃദംഗം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി? ഒരു 5 വർഷം. 5 വർഷമായിട്ട്. ഏതാണ് ഗുരു? ആരാണ്? ബാലകൃഷ്ണ കമ്മത്ത് സാർ. ബാലകൃഷ്ണ കമ്മത്ത് സാറിന്റെ ശിക്ഷണത്തിൽ 5 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്ത് വരുവാണ്. ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്? ഇല്ല. നേരത്തെ മത്സരിച്ചിട്ടുണ്ട്. നേരത്തെ പ്രൈസ് കിട്ടിയിട്ടുണ്ടോ? പ്രൈസ് കിട്ടിയിട്ടുണ്ട്. എത്ര തവണ പ്രൈസ് കിട്ടിയിട്ടുണ്ട്? 2 കോമ്പറ്റീഷന് പോയി, 1 കിട്ടിയിട്ടുണ്ട്. 1ാം സ്ഥാനം കിട്ടിയിട്ടുണ്ട്. ഇത് നേരത്തെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനിയും മേളിലേക്ക് പോകാനായിട്ട് റവന്യൂ ജില്ലാതലത്തിലും സംസ്ഥാനത്തിലൊക്കെ പോകാൻ വേണ്ടി ഒരുക്കങ്ങൾ തുടങ്ങുകയാണ്. പ്രൈസ് നേടി മട്ടാഞ്ചേരി ഉപജില്ല, ഇവിടുത്തെ ഉപജില്ലയ്ക്കും റവന്യൂ ജില്ലയ്ക്കും ഒക്കെ അഭിമാന താരമാകുമോ? ഉറപ്പായിട്ടും. ഏതാ സ്കൂൾ? ഏതാണ്? ടി ഡി സ്കൂൾ തന്നെ. അപ്പൊ ടി ഡി സ്കൂളിലെ മറ്റൊരു മിടുക്കനാണ് നമ്മോടൊപ്പം ഉള്ളത്. മൃദംഗത്തിലും സംഘഗാനത്തിലും പ്രൈസ് വാങ്ങി. അതുകൂടാതെ ഇവിടെ NCC കാഡറ്റാണ്. ഇവിടെ ബാക്കിയുള്ള കുട്ടികൾ ഇവിടെ മത്സരിക്കുമ്പോൾ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി 4 ദിവസങ്ങളായിട്ട് NCC കാഡറ്റ്സും SPCയും ഒക്കെ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. ആ കൂട്ടത്തിലൊരു കുട്ടി തന്നെയാണ് ഗോകുൽ, യദുകുലും. അപ്പോൾ യദുകുലിന് എല്ലാവിധ ആശംസകളും മെട്രോ 7 ന്യൂസിൻ്റെ പേരിലുള്ള. താങ്ക് യു.